ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. പ്ലീസ് കം ബാക്ക്. ഓക്കെ, അവർ നിങ്ങളോട് കേണപേക്ഷിക്കാണ്. തിരിച്ചു വരൂ, മടങ്ങി വരൂ, നിങ്ങൾക്ക് വേണ്ടി അവർ ഇവിടെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെയൊരു അനുഭൂതി ഇതാദ്യമായാണ്. അതായത് അസ്ഥിക്ക് പിടിച്ച പ്രണയം, ആ ഒരു പ്രണയത്തിന് മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഈ ഒരു ഇമോഷൻസ് പോലും അവർക്ക് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് വന്നിട്ടുണ്ടായിരിക്കുക. ഒരു പക്ഷെ വിശപ്പില്ലായ്മ തുടങ്ങി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വെറുതെ ഇരുന്ന് ചിരിക്കുക, അങ്ങനെയൊക്കെ. അത് ഈ അസ്ഥിക്ക് പിടിച്ചതുകൊണ്ടാണത്. അത് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾക്കും ഉണ്ടായിരിക്കാട്ടോ. അവരുടെ മാത്രമായിരിക്കില്ല, ഇത് നിങ്ങളുടെയും കൂടി ആയിരിക്കും. നിന്നോട് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഈ ഒരു അനുഭൂതി അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് അവർക്കറിയില്ല. നിങ്ങളെ അതെങ്ങനെ മനസ്സിലാക്കി തരണം എന്നറിയില്ല. അവരുടെ പ്രണയം എങ്ങനെ അളന്ന് തൂക്കി നിങ്ങൾക്ക് തരണം എന്ന് പോലും അവർക്കറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ. അതിനു മാത്രം നിങ്ങളെ അവർ പ്രണയിക്കുന്നുണ്ട്. പ്രണയമല്ല, ഇതൊരു തരത്തിൽ അലിഞ്ഞു ചേരലാണ്. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും ഒന്നില്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനിലാവാൻ സാധ്യതയുണ്ട്. ഐ വാസ് ചീറ്റിംഗ് ഓൺ യു, എന്തോ ഒരു കാര്യം. അതായത് ആദ്യം നിങ്ങൾ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അവരെ പ്രണയിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ വെറുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം അവരിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെയായിരിക്കും. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാട്ടാം. അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു പക്ഷേ ഫ്ലേർട്ടിംഗ് എനർജി മാത്രമായിരുന്നുണ്ടായിരിക്കും. പിന്നീടാണ് അത് ഇതുപോലുള്ളൊരു അനുഭൂതിയിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരിക്കുക. അതുമായിരിക്കാം മെക്കാനിക്. നിങ്ങളോ അവരോ മെക്കാനിക് ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. FOX ഈ ലെറ്റേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ഓക്കെ, ബട്ടർഫ്ലൈ. നിങ്ങളോ അവരോ ഇപ്പോൾ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനിലൂടെയായിരിക്കും കടന്നു പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എന്നായിരിക്കാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ബട്ടർഫ്ലൈയുമായി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തൊക്കെയോ ബന്ധമുണ്ട്.